ഏറ്റവും ഇറിലവൻ്റ് ആയിട്ടുള്ള യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ജനങ്ങളുടെയോ വോട്ടർമാരുടെയോ ഒന്നും ശ്രദ്ധയിലേക്ക് വരുന്ന കാര്യങ്ങളെയല്ല. ഇവർ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മാറി BJPയിലേക്ക് ചേർന്നതുകൊണ്ട് കേരളത്തിലോ രാജ്യത്തോ അവർ ജീവിക്കുന്ന പ്രദേശത്തോ അവരുടെ ജില്ലകളിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഫലനം ഉണ്ടായതായി ആരും ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിതിനെ വളരെ നെഗ്ലിജിബിളായിട്ടൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എത്രയോ പേർ പാർട്ടി വിട്ടു പോകുന്നു. കോൺഗ്രസ് ആയിരക്കണക്കിന് MLAമാരെയും MP ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ സർക്കാരിൻ്റെ കാലം മുതൽ. ആ പാർട്ടിയിൽ ഇന്ത്യയിൽ 6 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലെല്ലാം കോൺഗ്രസ് ഉണ്ട്. ശക്തന്മാരായ നേതാക്കന്മാരുണ്ട്, ഇടത്തരക്കാരുണ്ട്, താഴെത്തട്ടിലുള്ളവരുണ്ട്. അവർ കുറേ ആൾക്കാർ ഈ അടുത്ത സമയത്ത് BJPയിൽ പോയി, എല്ലാ പാർട്ടിയിൽ നിന്നും പോയി. CPMൽ നിന്നാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി പേരും പെരുമയുള്ളൊരു നേതാവ് BJP പോകുന്നത് CPMൽ നിന്നാണ്. CPMൻ്റെ മുൻ ധനകാര്യമന്ത്രിയെ കൂടിയായിട്ടുള്ള V. വിശ്വനാഥ മേനോൻ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ശ്രീ പഴകുളം വളരെ ഗുരുതരമായ ആക്ഷേപം ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ കൂടി ഉന്നയിച്ചിരിക്കുന്നു. ശരിയാണ്, അച്ഛനും മകനും തമ്മിലുള്ള രാഷ്ട്രീയം, അച്ഛൻ അച്ഛൻ്റെ രാഷ്ട്രീയം പറയും, മകൻ മകൻ്റെ രാഷ്ട്രീയം പറയും. പക്ഷെ അവിടെ മകൻ്റെ കാര്യത്തിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ള വാക്കുകളാണോ മകൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തുക എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഈ മകനെക്കുറിച്ച് ഇപ്പോൾ അല്പം മുമ്പ് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്, അദ്ദേഹം ഈ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാമെന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. ആദ്യം PJ കുര്യനോട് പരാതി പറഞ്ഞു, PJ കുര്യൻ ഒന്നും ചെയ്തില്ല. പിന്നീട് PT തോമസിനോട് പരാതി പറഞ്ഞു, PT തോമസ് ആ പണം 5 തവണകളായി വാങ്ങിക്കൊടുത്തു എന്നുള്ളത്. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ആയുധ ഡീലുകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് വിൽപ്പന നടത്തി എന്നുള്ളതാണ്. 2 ഒബ്രോയ് ഹോട്ടലിലെ റൂമുകൾ കേന്ദ്രീകരിച്ച് CVC സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട PJ തോമസ് IASഉം ആൻറ്റോ എന്ന് പറയുന്ന ഒരാളും അനിൽ ആൻ്റണിയും ചേർന്ന് ബ്രോക്കർ ഇടപാട് നടത്തി എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമുള്ള ആരോപണമല്ലേ? നികേഷ്, ഞാനതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും. ഇപ്പോൾ BJPയിലേക്ക് പോയ ഒരു നേതാവാണ് ശ്രീ അനിൽ ആൻ്റണി. അപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, V. വിശ്വനാഥ മേനോനാണ് അന്തസ്സുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് BJPയിലേക്ക് പോകുന്നത്. പിന്നീട് നമ്മൾ കേരളത്തിൽ തന്നെ പലരെയും കണ്ടു. ആരാണ്? അൽഫോൺസ് കണ്ണന്താനം, CPMൻ്റെ MLA, SFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്ന അബ്ദുള്ള കുട്ടി, അങ്ങനെ ധാരാളം ആൾക്കാർ ഓരോ CPMൽ നിന്ന് പോയ. നിങ്ങൾ എപ്പോഴും കോൺഗ്രസ്സുകാരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാ പാർട്ടിയിൽ നിന്നും പോകുന്നുണ്ട്. ബംഗാളിലും ത്രിപുരയിലും ആണെങ്കിൽ CPM പാർട്ടിയുടെ ഒട്ടുമിക്ക ആൾക്കാരും പാർട്ടി ഓഫീസും പാർട്ടി ഫണ്ടുമായിട്ടാണ് ഒഴുകിപ്പോയത്. 1.4% അവരുടെ ലാസ്റ്റ് ഇലക്ഷൻ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ്. അപ്പം എല്ലായിടത്തും ഇതൊക്കെ നടക്കും. ഞങ്ങൾ വലിയ പാർട്ടി ആയതുകൊണ്ടും നേതാക്കന്മാർ ആയിരക്കണക്കായതുകൊണ്ടും ഇതൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അനിൽ ആന്റണി നേരത്തെ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. ചോദ്യവും ഉത്തരവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അല്ല നികേഷേ, സ്ക്രിപ്റ്റ് അല്ല. ഈ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം വിശദീകരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അനിൽ ആൻ്റണി കോൺഗ്രസ് വിട്ടു. അദ്ദേഹം കോൺഗ്രസിലെ ഒരു പ്രമുഖനായ നേതാവൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ ആളായിരുന്നു. അദ്ദേഹം AK ആൻ്റണിയുടെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രാമുഖ്യം കിട്ടി. സ്വാഭാവികമായിട്ടും AK ആൻ്റണിയെ പോലെ രാജ്യത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ്റെ വീട്ടിൽ നിന്നും ഒരാൾ പാർട്ടിയിലേക്ക് മാറുമ്പോൾ, ഉദാഹരണത്തിന് പത്മജ വേണുഗോപാൽ, AK ആൻ്റണിയുടെ മകൻ AK ആൻ്റണിയുടെ രാഷ്ട്രീയം വിട്ടു എന്ന് പറഞ്ഞാൽ ആരാ മൈൻഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സ്പേസ് അയാൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് പരാതി ഇല്ലല്ലോ, ഈ കേൾക്കുന്നവർക്കും പരാതി ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സാധാരണഗതിയിലുള്ള അച്ഛനെക്കുറിച്ച് മകൻ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. തൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്ന് ആൻ്റണി പറയുന്നു, അച്ഛൻ കാലഹരണപ്പെട്ടതാണ് എന്ന് മകൻ പറയുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പോട്ടെ, അതേക്കുറിച്ചൊന്നും നിങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതാ നോക്കൂ, 2ാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു അഴിമതിയെക്കുറിച്ചും അതിനകത്ത് അനിൽ ആൻ്റണിയുടെ പങ്കാളിത്തത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഇവിടെ. അത് നിഷേധിക്കുന്നുണ്ടോ എന്ന് അല്പം മുമ്പ് അനിൽ ആൻ്റണിയോട് പത്തനംതിട്ടയിലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നു. പക്ഷേ കേസൊന്നും കൊടുക്കാനില്ല. എന്തുകൊണ്ടാണ്? നിയമപരമായ നടപടി, പക്കാ കേസല്ലേ ഇത്?
ഇപ്പോൾ അനിൽ ആന്റണി ബഹുമാനായ ശ്രീ എ കെ ആന്റണിക്കെതിരായിട്ടൊരു പരാമർശം നടത്തി. താങ്കൾ എന്നെ ഒരു ചോദ്യത്തിന് ഉത്തരം അതിലേക്ക് കൊണ്ടുപോകരുത്, താങ്കൾ അസ്വസ്ഥനാകരുത്. അനിൽ ആന്റണി സ്വന്തം പിതാവിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പാകതയില്ലായ്മ, പക്വതയില്ലായ്മ, അദ്ദേഹം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എത്ര മോശമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി. അപ്പോൾ ഇതൊക്കെ ബി ജെ പിക്കകത്ത് റെലവൻസ് കിട്ടാൻ വേണ്ടി, പ്രാധാന്യം കിട്ടാൻ വേണ്ടി നടത്തുന്ന ജൽപ്പനങ്ങളാണ്. അതിനാരും ഗൗരവം കാണുന്നില്ല. അനിൽ ആന്റണി ഈ പദവിക്കൊന്നും ഒട്ടും അർഹനല്ല എന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഒരു പ്രയാസകരമായ ഘട്ടത്തിലും എ കെ ആന്റണി കാണിക്കുന്ന ഔന്നത്യം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാതൃകയാക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല, രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ഏറ്റവും സീനിയർ നേതാവും ഏറ്റവും മിതമായും പക്വമായും ഏറ്റവും മര്യാദയോടുകൂടിയും അദ്ദേഹം ഒരു മര്യാദാ പുരുഷോത്തമനാണ്. അത്ര അന്തസ്സുറ്റ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ശ്രീ എ കെ ആന്റണിയുടെ വീട്ടിൽ നിന്നും ഒരാളെ കുത്തിയെടുത്തിട്ട് അദ്ദേഹത്തിനെതിരായി ഇത്തരം മ്ലേച്ഛമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അനിൽ ആന്റണി സ്വന്തം വില ഇടിച്ചു കളയുകയാണ്. അദ്ദേഹം തകർന്ന് താഴെ സ്റ്റൂപ്പ് ചെയ്ത് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണിയുടെ വെളിപ്പെടുത്തലും പത്മജ വേണുഗോപാലിൻ്റെ വെളിപ്പെടുത്തലും എല്ലാം എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിച്ചതെന്ന് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും. അതാണ് ബഹുമാനനായ ശ്രീ എ കെ ആന്റണി ഇന്ന് മിതമായ ഭാഷയിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ. മറ്റൊന്ന്, ഏതോ ഒരു ദല്ലാൽ നന്ദകുമാർ എന്തോ വെളിപ്പെടുത്തൽ നടത്തിയതായിട്ട് താങ്കൾ പറഞ്ഞു. സത്യത്തിൽ ഞാനിത് കണ്ടില്ല, എന്താണെന്ന് അറിയില്ല. താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചില നേതാക്കന്മാർ അയാളെ കണ്ടു, അയാൾ ഡിഫൻസ് ഡീല് കൊടുത്തു എന്നൊക്കെ പറയുന്നു. അത് എ കെ ആന്റണി അല്ലാതിരിക്കണമായിരുന്നു. എ കെ ആന്റണി അല്ലാതെ വേറെ ഏതെങ്കിലും അച്ഛന്മാരായിരുന്നു ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എ കെ ആന്റണിയെ നേരിട്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒന്നും ദലാൽ നന്ദകുമാർ പറഞ്ഞിട്ടില്ല. Debate with MV Nikesh Kumar.